നമസ്കാരം. ഇന്നത്തെ വീഡിയോ നല്ല പഴുത്ത വരിക്കച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ അപ്പമാണ്. പുറംഭാഗം മൊരിഞ്ഞ് അകത്ത് സോഫ്റ്റായിട്ടിരിക്കുന്ന ഈ അപ്പം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത വരിക്കച്ചക്ക ചുള 15 എണ്ണമാണ്. ഇത് കുരു കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കണം. 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഉരുക്കാം. ചെറുതീയിൽ വെച്ചാൽ മതി. പാനി കൂടുതൽ കട്ടിയായാൽ അരിക്കാൻ പ്രയാസമായിരിക്കും. വെള്ളത്തിൻ്റെ അളവും കൂടാൻ പാടില്ല. ഇപ്പോൾ ഉരുകി വരുന്നുണ്ട്. ചക്ക അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ശർക്കര അരിച്ച് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. ഇനി അപ്പത്തിലേക്ക് വേണ്ട പൊടികൾ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. കുഴയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ള പാത്രം എടുക്കണം. ആദ്യം 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നൈസ് അരിപ്പൊടി ആയിരിക്കണം. തരി ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ഗോതമ്പ് പൊടി 1/2 കപ്പ് ചേർക്കാം. ഇല്ലെങ്കിൽ മൈദ ചേർത്താലും മതി. പിന്നെ നാളികേരം ചിരകിയത് 1/2 കപ്പ് ചേർക്കുന്നു. പിന്നീട് ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കുന്നു. ഉപ്പ് 1 നുള്ള് ചേർക്കാം. ബേക്കിംഗ് സോഡ 1 നുള്ള് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉരുക്കിയ ശർക്കരപ്പാനി തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൽ ഉള്ളതും ബാക്കി തുടച്ചെടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ നെയ്യും ചക്കച്ചുള അരച്ചതും ചേർത്ത് നല്ല പോലെ കൈകൊണ്ട് യോജിപ്പിച്ച് എടുക്കണം. നല്ലപോലെ കൈകൊണ്ട് കുഴയ്ക്കണം. ചക്കച്ചുള അരച്ചത് ചേർത്ത് കൊടുത്തു. യോജിപ്പിച്ചതിന് ശേഷം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. യോജിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് സമയം മൂടി വയ്ക്കാം. മിനിമം 15 മിനിറ്റെങ്കിലും മൂടി വയ്ക്കണം. എന്നാലേ ഈ അരിപ്പൊടിയിലേക്ക് ഇതിലുള്ള വെള്ളമൊക്കെ പിടിച്ച് പാകത്തിന് കട്ടിയായി മാറുള്ളൂ. മൂടി തുറന്നു വെക്കാം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയെടുത്ത് ചെറുതായൊന്ന് പരത്തിയതിന് ശേഷം എണ്ണയിൽ വറുത്തു വരാം. ഇതിനായി പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി തീ ചെറുതാക്കി വയ്ക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ പച്ചവെള്ളത്തിൽ മുക്കി മാവ് എടുത്താൽ മതി. ഇനി ഉരുട്ടി ചെറുതായൊന്ന് പരത്തിയതിനു ശേഷം എണ്ണയിൽ ഇട്ട് കൊടുക്കാം. തീ ചെറുതാക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പുറം ഭാഗം വേഗം കരിഞ്ഞ് പോകും. ഉൾഭാഗം വേവാതിരിക്കും. 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിക്കണം. കുറച്ച് സമയം വേവാനെടുക്കും. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരി എടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. മറിച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ എല്ലാം കോരി എടുത്തു. ബാക്കിയുള്ള മാവ് ഇതുപോലെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. ഈ അപ്പം ഉണ്ടാക്കുന്നതിനായി കൂഴച്ചക്ക അല്ലെങ്കിൽ പഴച്ചക്ക എടുക്കരുത്. കാരണം ജലാംശം ഇതിൽ കൂടുതൽ ആയിരിക്കും. വരിക്കച്ചക്കയാണ് നല്ലത്.
ചക്ക ഇല്ലെങ്കിൽ ചക്ക വരട്ടിയത് ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളമൊഴിക്കരുത്. ഇതിലേക്ക് വെള്ളമൊഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ശർക്കര പാനിയിലെയും ചക്കയിലെയും വെള്ളം മാത്രമാണ് കുഴയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ടും വെള്ളം കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്താൽ മതി. ഈ അളവ് പ്രകാരം 18 അപ്പം ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റുള്ള അപ്പമാണിത്. ചായ, കാപ്പി എന്നിവയ്ക്കൊപ്പം കഴിക്കാം. വെറുതെയും കഴിക്കാം. വളരെ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ ഒരാഴ്ച കേടുകൂടാതിരിക്കും. പുറമെ 4 ദിവസവും കേടുകൂടാതിരിക്കും. ചൂടാക്കി കഴിച്ചാൽ നല്ലതാണ്. താങ്ക് യു.